ഒരാൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പുള്ളി നല്ല നടനാ, പക്ഷെ പുള്ളിയുടെ ലാസ്റ്റ് ഒരു 6-7 പടം ഫ്ലോപ്പാണ്. നല്ല സിനിമ കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരുന്ന നിവിന്റെ അവസ്ഥ ഇങ്ങനെയായി. അപ്പൊ എനിക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾക്ക് തരാനുള്ളത്? വലിയ വെറൈറ്റി ഒന്നും വേണ്ട, നിന്റെ കംഫർട്ട് സോൺ പിടിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 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 നിവിനുണ്ട്. അവൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര സ്ട്രെങ്ത് ആണ്. ആ ഏരിയയിൽ അവന് വെല്ലാൻ ആരുമില്ല. നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ്. കിട്ടലം പടം നിവിൻ. മറ്റൊരു ഓണവും നിവിൻ പോളി തൂക്കിയിരിക്കുകയാണെന്നാണ്. ഇതിന് മുകളിൽ നിങ്ങളിപ്പോ ഒന്നും വെക്കണ്ട. ഇത് ഭയങ്കര രസമാണ്. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴും ഉണ്ടാവും. ഞാൻ പങ്കെടുത്താൽ ഇത് എങ്ങനെ കളിയാക്കോ, എന്നെ എല്ലാവരും കൂടി ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒറ്റ തീരുമാനമുള്ളൂ: പാർട്ടിസിപ്പേറ്റ്. ഭയങ്കര രസം. നിവിന്റെ ക്യാരക്ടറും അഭിനയവും പെർഫോമൻസും ജസ്റ്റിൻ എന്നാണ് പേര്. കിട്ടല. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. അപ്പൊ ഞാൻ രക്ഷപ്പെടും. വെറുതെ രക്ഷപ്പെടുന്നല്ല, ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. നിവിന് ടേലോമേഡ്. നിവിൻ ഹാപ്പി ആയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ചേട്ടാ, എനിക്ക് സ്ക്രിപ്റ്റിൽ വേണം. എനിക്ക് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയാലാണ് സമാധാനമുള്ളൂ. അപ്പൊ അതൊരു പ്രൂവൺ ഡയറക്ടറും കൂടി പറയുമ്പോൾ പിന്നെ നമുക്ക് 100% ട്രസ്റ്റ് ആണ്. അടിപൊളി സാറ്, എന്ത് പൊളിയാണ് അയാൾ പൊളിച്ചത്. അടുത്ത കാലത്തൊന്നും ഇത്രയും തിയേറ്ററിൽ നിന്ന് ചിരിച്ചൊരു സിനിമ പറയില്ല. കാരണം അതുപോലത്തെ എഴുത്താണ്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ്, അതുപോലത്തെ സിറ്റുവേഷൻസ് ആണ്. ഇതിന്റെ മൊത്തം സിനാരിയോ അങ്ങനെയാണ്. പിന്നെ മമിത ബൈജു ഈ സിനിമയിൽ അടിപൊളിയായിരുന്നു. എനിക്ക് അതുവരെ ഈ ക്യൂട്ട്നെസ് വാരി മറ്റേ കണ്ണി പൊത്തുന്ന പരിപാടിയായിരുന്നു. പക്ഷെ ഈ പടത്തില് ഷി വാസ് വണ്ടർഫുൾ മാൻ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്ത് ചേഞ്ച് അത്? ഫിലിം മേക്കറാണ് എൻഡ് ഓഫ് ദ ഡേ. ഒരു സിനിമയുടെ മെയിൻ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ വിശ്വസിച്ച് പോവാന്നുള്ളതാണ്. ഇത് സരോജ് കുമാറിന്റെ 2ാം വരവായി കണക്കാക്കാമോ? എന്റെ വരവും പോക്കൊന്നുമല്ല വിഷയം. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല. ഗിരീഷ് ഷെഡി അൺഡൗട്ടഡ്ലി ദ ഫ്യൂച്ചർ ഓഫ് മലയാളം സിനിമ. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. പിന്നെ ഓഫ് കോഴ്സ് ഫഫ. നിങ്ങൾ ടൈം തന്നെ, വേറൊന്നും പറയാനില്ല. നീ കുറെ നേടുന്നുണ്ടല്ലോ. 50-50 ബരാബർ. എവരിതിങ് ഓക്കെ. ഹാപ്പി.